പലപ്പോഴും പല പ്രതിസന്ധിയും വരുമ്പോൾ ഇതെങ്ങനെ പരിഹരിക്കുന്ന നമ്മൾ ചോദിക്കുക. ഇതെങ്ങനെ പരിഹരിക്കുന്നു ചോദിക്കുന്നത് പടച്ചോനെ കൊണ്ടും പരിഹരിക്കാൻ പറ്റൂല എന്നാണ് ആ സുഹൃത്തുക്കളെ മനസ്സിൽ പറയണത്. നമ്മൾ ആലോചിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എന്ത് അടിത്തറയാണുള്ളത്? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. അല്ലാഹുവിന് നിങ്ങൾ ഒരു ഗാംഭീര്യം കൽപ്പിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, അല്ലാഹുവിന്റെ വില നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ. അവൻ നിങ്ങളെ പല ഘട്ടങ്ങളിലായിക്കൊണ്ട് അവൻ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ആ സൃഷ്ടാവിന്റെ വിലയും മഹത്വവും ഗാംഭീര്യവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാക. അടുക്കടുക്കുകളായി തട്ടുകളായി പല വാനങ്ങളായി ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതിന്റെ സൃഷ്ടാവിന് നിങ്ങൾ അറിയിക്കുന്ന വിലയും മഹത്വവും നൽകിയിട്ടില്ല. അള്ളാഹുവിന്റെ വില ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാ പറയണത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ പടച്ചോനെ കുറിച്ച് അറിയാത്തത് കൊണ്ടും പടച്ചവനിലൂടെ പരിഹാരം മനസ്സിലാക്കാത്തത് കൊണ്ട് എന്താണ് ചെയ്യണ ആൾക്കാർ? അതുകൊണ്ടാണ് ആളുകൾ ശിർക്കിലേക്ക് പോകുന്നത്, വിശ്വാസ വ്യതിയാനങ്ങളിലേക്ക് പോകുന്നത്. ഒരു മഹാത്മാവിനെ, ഒരു മഹാനായ മരണപ്പെട്ടു പോയ ഒരു ഷെയ്ഖിനെ മഹത്വങ്ങളെ കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. സുഹൃത്തുക്കളെ, പടച്ചോനെ കുറിച്ച് അറിയുന്ന ഒരാൾ അത് വായിക്കുമ്പോൾ അവൻ അത്ഭുതം തോന്നിപ്പോകും. എങ്ങനെയാണ് ആൾക്കാർക്ക് ഇതൊക്കെ പറയാൻ പറ്റുന്നതെന്ന് ആലോചിച്ചു. എത്രമാത്രം പറയുന്ന കാര്യങ്ങള്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് മരണപ്പെട്ടു പോയ മഹാത്മാക്കളും ഷേഖുമാരും കുത്തുബുകളുമാണ് എന്ന് പറയുന്ന ആളുകൾ ഖുർആന്റെ ആളുകളാണോ സുഹൃത്തുക്കളെ? ഖുർആന്റെ ആൾക്കാർ. നമ്മൾ ചിന്തിക്കണം. അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് സജദയിൽ പറയുന്നുണ്ട്, ആർക്കും സംശയം വേണ്ട. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്. ആകാശത്തു നിന്നും ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, ആകാശത്തു നിന്നും ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള് തുമ്മ യഅ്റുജു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറു അൽഫ സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. അവനിലേക്കാണ് കാര്യങ്ങൾ കയറിപ്പോകുന്നത്. എല്ലാ കാര്യങ്ങളും അവനാണ് നിയന്ത്രിക്കുന്നത്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖൽഖ. എല്ലാ സൃഷ്ടിപ്പിനെയും മനോഹരമായി സൃഷ്ടിച്ചവനാണവൻ. ജീവജാലങ്ങളെ, ജന്തുജാലങ്ങളെ, ഈ പ്രപഞ്ചത്തെ, പ്രകൃതിയെ സുന്ദരമായി നിർമ്മിച്ചവനാണവൻ. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖൽഖ വബദഅ ഖൽഖൽ ഇൻസാനി മിൻ ത്വയിൻ. മണ്ണിന്റെ സത്തയിൽ നിന്നും മനുഷ്യരെ സൃഷ്ടിച്ചവനാണവൻ. ഈ പ്രപഞ്ചത്തിലെ സർവ്വ ചരാചരങ്ങളെയും മനോഹരമായി രൂപകൽപ്പന ചെയ്തവനാണവൻ. അപ്പൊ ഒക്കെ നിയന്ത്രിക്കുന്ന ആരാ സുഹൃത്തുക്കളെ? പടച്ച തമ്പുരാൻ. ആ പടച്ചോനെ കുറിച്ച് അറിയാത്തത് കൊണ്ടും അവന്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആൾക്കാർ പേടിച്ച് ജീവിക്കണത്. അല്ലെങ്കിൽ എന്താ പേടിച്ച് ജീവിക്കണത്? അതെ, ക്യാൻസറിന്റെ 4th സ്റ്റേജിൽ എത്തിയാലും പടച്ചോൻ സുഖാക്കി തരുന്ന് വിചാരിക്കാനൊരു ഈമാൻ നമുക്കുണ്ടോ സുഹൃത്തുക്കളെ? അപ്പൊ ഡോക്ടർമാരും പറയും, നാട്ടുകാരും വരും, കാണാൻ വരുന്നവരൊക്കെ പറയും, ഇനിയൊന്നും ചെയ്യാല്ലേ, ഇനിയൊന്നും ചെയ്യാല്ലേ സുഹൃത്തുക്കളെ, ഇനിയൊന്നും ചെയ്യാല്ലേ. എൻ്റെ സുഹൃത്തൊരു ഡോക്ടറുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ഒരു ദിവസം ഒരു അനുഭവം പങ്കുവെച്ചു. അദ്ദേഹം പറഞ്ഞു, പെരിന്തൽമണ്ണയിലെ ഒരു സൂപ്പർ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിരുന്നു അയാളുടെ പ്രാക്ടീസ്. അയാളൊരു അലോപ്പതി ഡോക്ടർ അല്ല. അപ്പൊ അദ്ദേഹം അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഒരു വാപ്പനെ ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ് അയാളുടെ മകൻ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഈ ക്ലിനിക്കിൽ ഈ അദ്ദേഹം ഒഴിഞ്ഞിരിക്കുമ്പോൾ വർത്താനം പറയാൻ വേണ്ടി വരും. അപ്പൊ ഒരു ദിവസം വന്നപ്പോൾ അവൻ പറഞ്ഞു, ബ്ലഡ് ക്യാൻസർ ആണ് വാപ്പക്ക്, അതിന്റെ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോകാണ് വീട്ടിൽ. ഏതായാലും ഇപ്പൊ എല്ലാ മരുന്നും നിങ്ങൾ നിർത്തില്ല, എന്ന് എൻ്റെ മരുന്നൊന്നും നോക്കി കാരണം അയാൾ മരുന്ന് കൊടുത്തു. സുഹൃത്തുക്കളെ, ആ ബ്ലഡ് ക്യാൻസർ സുഖമായി. ആ ഡോക്ടർ പറയുന്നതിനേക്കാളും വേറൊരു സാക്ഷ്യം വേറല്ലല്ലോ. സുഖമായി എന്ന് മാത്രമല്ല, 5 കൊല്ലം കഴിഞ്ഞ് അയാൾ മരിക്കുമ്പോൾ നിങ്ങളുടെ ഈ പരിസരത്ത് എവിടെയാണ് അയാളുടെ വീട്? മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? നിങ്ങൾ ക്യാൻസർ കൊണ്ടല്ല അയാൾ മരിച്ചത്, അയാൾ മരിച്ചത് വേറെ രോഗം കൊണ്ടാണ്. ഞാൻ ഇത് നിങ്ങളോട് പറയാൻ കാരണം,
നേരത്തെ പറഞ്ഞ ഒന്നും വിശ്വാസമല്ലെങ്കിലും ചിലപ്പോൾ ഒരു അനുഭവം പറയുമ്പോൾ വിശ്വാസം ഉണ്ടാവും. പക്ഷെ ആർക്ക് പറ്റും സുഹൃത്തുക്കളെ? അത്തരമൊരു സ്റ്റേജിൽ കിടക്കുമ്പോൾ ഇതും പടച്ചോൻ സുഖമാക്കി തരും എന്ന് വിശ്വസിക്കാൻ ആർക്ക് പറ്റും? അതുകൊണ്ട് രോഗസമയത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയുടെ അർത്ഥം ഒന്ന് ആലോചിച്ചു. ഞാൻ ഈ പറഞ്ഞാണ് അതിന്റെ അർത്ഥം. അല്ലാഹുമ്മ റബ്ബന്നാസ്, അല്ലാഹുമ്മ റബ്ബന്നാസ്, അല്ലാഹുവേ ജനങ്ങളുടെ രക്ഷിതാവേ, ജനങ്ങളുടെ എല്ലാ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം കാണുന്ന യജമാനനെ. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ്, അദ്ഹിബിൽ ബഅസ്, ബുദ്ധിമുട്ടുകളെ നീക്കിത്തരണം, പ്രയാസങ്ങളെ നീ ഇല്ലാതാക്കണം. അദ്ഹിബിൽ ബഅസ്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ്, ബുദ്ധിമുട്ടുകളെ നീ നീക്കിത്തരണം. ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനമില്ല. ഇശ്ഫി അൻത ശാഫി, നീ സുഖപ്പെടുത്തണം, നീയാണ് സുഖപ്പെടുത്തുന്നവൻ, നീയാണ് സുഖപ്പെടുത്തുന്നവൻ. മരുന്നുണ്ടെങ്കിലും ചികിത്സിക്കാൻ ഡോക്ടർ ഉണ്ടെങ്കിലും രോഗം സുഖമാകണോ നിന്റെ തീരുമാനം വേണം. അൻത ശാഫി, നീയാണ് ശിഫ നൽകുന്നവൻ. അല്ലാഹുവാണ് ശിഫ നൽകുന്നവൻ, അല്ലാഹുവാണ് രോഗത്തെ ശമിപ്പിക്കുന്നവൻ. അതിന്റെ ചില നിമിത്തങ്ങൾ മാത്രമാണ് മരുന്ന്, അതിന്റെ ഒരു കാരണം മാത്രമാണ് ഡോക്ടർ. ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനമില്ല. നീ മാറ്റാത്ത രോഗം മാറ്റാൻ ഒരാളില്ല, നീ വിധിക്കാത്തൊരു രോഗം മാറ്റിത്തരാൻ മറ്റൊരാളില്ല. ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ, യാതൊരു വേദനയും യാതൊരു രോഗവും അവശേഷിക്കാത്ത വിധത്തിൽ നീ സുഖപ്പെടുത്തണേ. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം, അസ്അലുല്ലാഹൽ അലീം, അത്യുന്നതനായ അല്ലാഹുവോട് ഞാൻ ചോദിക്കുന്നു, ഉന്നതമായ സിംഹാസനത്തിന്റെ ഉടമസ്ഥനോട് ഞാൻ ചോദിക്കുന്നു. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം, റബ്ബൽ അർശിൽ കരീം, അത്യുദാരനായ ഏറ്റവും ഉന്നതനായ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു. അൻ യശ്ഫിയക, നിനക്ക് സുഖം നൽകണമെന്ന്, നിനക്ക് ശമനം നൽകണമെന്ന്. രോഗിന്റെ അടുത്തിരുന്ന് പറയുന്ന കാര്യം അതാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമ്മൾ ചോദിച്ചിട്ടില്ല, ക്യാൻസറിന്റെ 4th സ്റ്റേജിൽ ഇതൊക്കെ പടച്ചോ മാറ്റിത്തരുന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടെ ഉറപ്പോടുകൂടെ പ്രാർത്ഥിക്കണമെങ്കിൽ പടച്ചോനെ കുറിച്ച് അറിവ് വേണം, പടച്ചോ ഇത് മാറ്റിത്തരുന്നുള്ള ഈമാൻ വേണം. അങ്ങനത്തോൽക്ക് അത് ചോദിക്കാൻ പറ്റുള്ളൂ, അങ്ങനത്തോൽക്ക് അത് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. സുഹൃത്തുക്കളെ, ഇത് ഖുർആൻ തെളിയിക്കുന്ന കാര്യമാണ്. ഞാൻ ഈ പറയുന്ന ആശയം ഖുർആൻ തെളിയിക്കുന്ന കാര്യമാണ്. ഖുർആൻ അർത്ഥമറിഞ്ഞ് വായിച്ചോൽക്ക് അറിയാൻ പറ്റും. അതായത് പ്രവാചകന്മാർ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുകയും അവർ അള്ളാഹിനോട് പറയുകയും ഓരോ പ്രശ്നങ്ങൾ അള്ള പരിഹരിച്ചു കൊടുത്ത കഥകൾ ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാ പറയണത്? അതെന്തിനാ? അങ്ങനത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു പരിഹരിച്ചു തരുന്നാണ്. അത് ഖുർആൻ പറയുന്ന ഏറ്റവും വലിയൊരു തത്വമാണ്. വഖാല റബ്ബുകും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുകും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, നമ്മുടെ റബ്ബ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഒരു വിവരം അറിയിച്ചു തന്നിരിക്കുന്നു. നമ്മളോട് ഈ വാർത്ത പറഞ്ഞു തരാൻ അള്ളാഹുവിന്റെ റസൂലിനോട് വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ചിരിക്കുന്നു. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഉദ്ഉനി, എന്നോട് പ്രാർത്ഥിക്കൂ, എന്നോട് ചോദിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. നിങ്ങൾ എന്നോട് ചോദിച്ചോ നിന്റെ മാറാത്ത കടത്തെ കുറിച്ച്, നീ എന്നോട് പറഞ്ഞോ സന്താനങ്ങളില്ലാത്ത നിന്റെ ഏകാന്തതയെ കുറിച്ച്, നീ എന്നോട് പറഞ്ഞോ മാറാത്ത നിന്റെ രോഗത്തെ കുറിച്ച്, നീ എന്നോട് പറഞ്ഞോ കൂട്ടിയിണക്കാൻ പറ്റാത്ത നിന്റെ കുടുംബത്തിലെ പിണക്കങ്ങളെ കുറിച്ച്, നീ എന്നോട് പറഞ്ഞോ നിന്റെ മക്കൾ അനുഭവിക്കുന്ന മറികടക്കാനാവാത്ത പ്രതിസന്ധികളെ കുറിച്ച് നീ എന്നോട് പറയൂ. ഉദ്ഉനി, എന്നോട് ചോദിക്കൂ, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം. സുഹൃത്തുക്കളെ, വാഹനമെടുത്ത് യാത്ര ചെയ്യേണ്ടതില്ല. പാതിരാവിൽ നിന്റെ വീട്ടിലുണർന്ന്, അന്ത്യയാമങ്ങളിൽ നിന്റെ വീട്ടിലുണർന്ന്, ആ അന്ത്യയാമ സമയത്ത് നിന്റെ വീട്ടിൽ ഉണർന്ന്
രാത്രിയിൽ നീ വിത്റും തഹജ്ജുദും നമസ്കരിച്ച് നീ കൈ ഉയർത്തുമ്പോൾ ഒന്നാം ആകാശത്ത് വന്ന് അല്ലാഹു പറയുന്നു, ഉദ്ഉനി, എന്നോട് ചോദിക്കൂ. ആരാണ് മൻ സഅലനി, എന്നോട് ആരെങ്കിലും ചോദിക്കാനുണ്ടോ അവന് ഞാൻ ഉത്തരം നൽകും എന്ന് അല്ലാഹു പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് ആത്മാർത്ഥമായി അല്ലാഹുവോട് നാം ചോദിച്ചിട്ടുണ്ടോ ഉത്തരം കിട്ടുന്ന യാതൊരു സംശയവും വേണ്ട സുഹൃത്തുക്കളെ. സൂറത്ത് മറിയം തുടങ്ങണതന്നെ എങ്ങനെ, ഇതൊക്കെ ഖുർആനിലുണ്ട്, എല്ലാവരും ഖുർആനിലുണ്ട്. ഖുർആൻ നമുക്ക് ഒന്നല്ലേ സുഹൃത്തുക്കളെ. ഏറ്റവും മിനിമം ഇന്ന് ഈ എൻ്റെ ശബ്ദം കേൾക്കൊണ്ട് പറയുകയാണെങ്കിൽ ഒരു പരിഭാഷ വാങ്ങണ്ട. ഖുർആന്റെ മലയാള പരിഭാഷ ഈ മൊബൈലിൽ കിട്ടും, നെറ്റിൽ കിട്ടും, ഇന്റർനെറ്റിൽ കിട്ടും. ഖുർആൻ അതൊന്ന് വാങ്ങി വായിച്ചോക്ക്. നമുക്കറിയും, നമുക്ക് പടച്ചോ മതിന്ന് മനസ്സിലാവും. ഇന്ന് സമാധാനത്തോടെ ഇന്ന് രാത്രി കടന്നുറങ്ങും. വീട്ടാനാകാത്ത കടമുള്ളവനും സന്താന സൗഭാഗ്യമില്ലാത്തവനും മക്കളുടെ പ്രതിസന്ധി കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവരും ഇന്നു രാത്രി ഉറങ്ങും. എന്താ? എല്ലാം പറഞ്ഞ പരിഹരിക്കാൻ എനിക്കൊരു പടച്ചോനുണ്ട്. അല്ലാഹുവിന്റെ അടിമക്ക് അല്ല പോരെ എന്ന് ചോദിക്കുമ്പോൾ ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ, ഞങ്ങൾക്ക് അല്ല മതി, എല്ലാം ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ല ഭരമേൽപ്പിക്കാൻ പറ്റിയവെന്നാണ്.